ഈ ടൈപ്പിംഗ് കീബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു അടിപൊളി, അതായത് ഇതിലെ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു രക്ഷയില്ലാത്തൊരു മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ DAWയിൽ നമ്മുടെ വർക്ക് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മളത് ഈ ടൈപ്പ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ മ്യൂസിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ 2x കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ദിവസത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നു നമുക്ക്. അതാണ് നിങ്ങളിപ്പോൾ 2x കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൈക്ക് ടെസ്റ്റിംഗ് ആയാലും എല്ലാം കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്, റെക്കോർഡിംഗ് ആയാലും. അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സെപ്പറേറ്റിംഗ് ആണ്. അതായത് ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്ത ഓഡിയോ നമുക്ക് ഓഡിബിളായിട്ടുള്ള പീസുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം കളയുന്ന ഒരു പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് പാടുള്ളതാണ്. നമ്മൾ കേട്ട് നമുക്ക് വർക്കിന് ആവശ്യമുള്ളതാണ് എന്ന് തോന്നുന്ന ക്ലിപ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കേൾക്കുന്നതാണ് കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും നൊസ്റ്റാൾജിക് സൗണ്ടായിട്ടുള്ള കീബോർഡിൻ്റെ സൗണ്ട് നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ FL സ്റ്റുഡിയോയിൽ ഈ എക്സ്പെരിമെൻ്റൽ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ പുതിയ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കുറേ മാറ്റുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ സൗണ്ട് വേരിയേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് പലതവണ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലാണ് ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. പലതവണ നമ്മൾ അതിൻ്റെ വേരിയേഷൻസ് പല രീതിയിൽ കേട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ്, അതിപ്പോൾ ഏത് പ്രൊജക്റ്റ് ആയാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ വർക്ക് ഇവിടെ അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ആദ്യം ഒന്ന് കേട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിന് ഇപ്പോൾ MP3 ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ WAV ആയിട്ട് ഒറിജിനലി എക്സ്പോർട്ട് ചെയ്യും.